തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലെത്തുമ്പോൾ മുന്നണികളുടെ പ്രതീക്ഷകൾ എത്രത്തോളമാണ് എന്നതാണ് ജനശബ്ദം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്നും വിനോദ് എന്ന പ്രേക്ഷകൻ ചിരിയാണ്. വിനോദ്, കേൾക്കാമോ? ഞാൻ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്ത ഒരാളാണ്. ഈ കേരളത്തിൽ മാത്രം വരുമ്പോൾ BJP വർഗീയ പാർട്ടിയാണെന്ന് പറയുന്നതിന്റെ കാരണമാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എല്ലാ മതവിഭാഗങ്ങളും BJPയിലുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതല്ല. പക്ഷെ BJP കേരളത്തിൽ മാത്രം വരുമ്പോൾ വർഗീയ പാർട്ടിയാണെന്ന് പറയും. അതെന്താ ഇങ്ങനെ ഇവിടെയുള്ള ജനങ്ങൾ അങ്ങനെ പറയാൻ കാരണം? യെസ്, അങ്ങനെ വരുത്തി തീർക്കാനുള്ള ഒരു ഇടപെടലാണ് ഇടതും വലതും നടത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളിലേക്ക് എത്താം. ശ്രീ വിനോദ്, ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് ഈ വിനോദ് എന്നുള്ള പ്രേക്ഷകൻ ചോദിച്ചത് ഒരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. പക്ഷേ ഇടതും വലതും പ്രതിപക്ഷവും ഒക്കെയും ആ രീതിയിൽ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും പക്ഷേ പഴയതുപോലെ ഫലവത്താകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. കാരണം നമുക്ക് പാലായിലായാലും ചങ്ങനാശ്ശേരിയിലായാലും കഞ്ഞിരപ്പള്ളിയിലായി കഴിഞ്ഞാലും ഇപ്പോൾ ഈ 2020 മേധാവിത്വമുള്ള മേഖലയിലായിക്കഴിഞ്ഞാലും ഇന്ത്യക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നു. BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നു. അദ്ദേഹം പറഞ്ഞൊരു യാഥാർത്ഥ്യമാണ്, UPയിലടക്കം മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ പോലും BJPക്ക് സാധ്യമെന്ന് കരുതിയ ആ ഒരു വിജയമാണ് സ്വന്തമാക്കാൻ സാധിച്ചത്. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങൾ പോലും ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ എത്തി. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ പ്രബല ശക്തികളായ ഇടതും വലതും ഒരു വർഗീയ ശക്തിയാണ് BJP അല്ലെങ്കിൽ ഇന്ത്യയെ എന്ന രീതിയിലുള്ള ഒരു വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ആ ശ്രമങ്ങൾ കൂടുതൽ പരാജയത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമാകുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഞ്ചേശ്വരത്തായാലും നേമത്തായി കഴിഞ്ഞാലും വെൽഫെയർ പാർട്ടിയും SDP-യും ഇടതിനും വലതിനും പരസ്യമായ പിന്തുണ നൽകുകയാണ്. അവർ വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുകയാണ്, ഒരിക്കലും തള്ളിപ്പറയുന്നില്ല. പക്ഷേ നേരെമറിച്ച് NDA BJP കൃത്യമായ രീതിയിൽ വികസനം മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് വോട്ട് തേടുന്നത്, വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അത് എത്രത്തോളം ജനങ്ങൾ സ്വീകരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ? ശ്രീ വിനോദ് ഉയർത്തിയ ആ ഒരു ചോദ്യം ന്യായമായൊരു ചോദ്യമാണ്, പലരുടെയും നാവിൻതുമ്പത്തുള്ള ഒരു ചോദ്യമാണ്. ഈ ഇതര സംസ്ഥാനങ്ങളിൽ ശ്രീ വിനോദ് ഒരുപക്ഷെ വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച് അല്ലെങ്കിൽ ജോലി ചെയ്ത ആ സമയത്ത് കണ്ട ഒരു കാര്യം, ആ ഒരു അനുഭവ പരിചയമാണ് എന്തുകൊണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു മനോഭാവം കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ അല്ലെങ്കിൽ സംവിധായകർ BJPയോട് കാട്ടുന്നു. അതിൻ്റെ ഉത്തരം വളരെ സങ്കീർണമായൊരു കാര്യമാണ്. ഒന്നത് ഡെമോഗ്രാഫിക് കോമ്പോസിഷനാണ്. കേരള ജനസംഖ്യയുടെ 54% പരമാണ് ഹിന്ദു ജനസംഖ്യ. ഭൂരിപക്ഷമെങ്കിലും ഒരു മൃഗീയമായ ഭൂരിപക്ഷമെന്ന് പറയാനാവില്ല. ഒരുപക്ഷെ മധ്യപ്രദേശിലെയോ രാജസ്ഥാനിലെയോ ഒന്നും അവസ്ഥയല്ല കേരളത്തിൽ. അതുപോലെ ഏതാണ്ട് 27% ജനങ്ങൾ മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവരും 18-18.5% ആളുകൾക്ക് ക്രൈസ്തവ സമൂഹത്തിൽപ്പെടുന്നവരുമാണ്. അപ്പോൾ അങ്ങനെ ശക്തമായ ഒരു ന്യൂനപക്ഷ സാന്നിധ്യമുള്ള ഒരു മണ്ഡലം. ന്യൂനപക്ഷങ്ങൾ പലപ്പോഴും ചില കക്ഷികളുടെയെങ്കിലും വോട്ട് ബാങ്കായി കൂടി, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും വോട്ട് ബാങ്കായി പ്രവർത്തിക്കാൻ സാഹചര്യങ്ങൾ അങ്ങനെയാണ് കാട്ടുന്നത്. അങ്ങനെയെങ്കിൽ മുസ്ലിം വോട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് അത് നേടാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു BJP ബന്ധം ആരോപിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി CPM-മായി BJPക്ക് ബന്ധമുണ്ട് എന്ന് ആരോപിക്കുക വഴി CPM-ന് ലഭിക്കാൻ സാധ്യതയുള്ള മുസ്ലിം വോട്ടുകൾ സമാഹരിക്കാം, സ്വാംശീകരിക്കാം. ഇതാണ് കോൺഗ്രസിൻ്റെ ചിന്ത. മറുപക്ഷത്ത് കോൺഗ്രസിനെയും BJPയും ഒരേ അച്ചിൽ കിട്ടുമ്പോൾ യഥാർത്ഥത്തിൽ CPM-ൻ്റെ മനസ്സിലെ ആഗ്രഹവും ഏറെ മൈനോറിറ്റി വോട്ടുകൾ കേരളത്തിലെങ്കിലും മൈനോറിറ്റി വോട്ടുകൾ CPM-ലേക്ക് കൊണ്ടുവരാം എന്നാണ്. അതുകൊണ്ട് BJPയെ ശത്രുപക്ഷത്ത് നിർത്തേണ്ടത് പൊളിറ്റിക്കലി മൈനോറിറ്റി പൊളിറ്റിക്സ് ഉപയോഗിക്കുന്ന UDF LDF സംവിധാനങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് BJPയെക്കുറിച്ച് BJPയുടെ ഒരു വികസന അജണ്ട അല്ലെങ്കിൽ BJPയുടെ വികസന റെറ്ററിക് അല്ലെങ്കിൽ വികസന രാഷ്ട്രീയം എന്ന് BJP പറയുന്ന പദ്ധതികളിലൂടെയും കേന്ദ്ര പദ്ധതികളിലൂടെയും തനത് പദ്ധതികളിലൂടെയും ഒക്കെ തന്നെ അത് വേണ്ട ട്രാക്ഷൻ ലഭിക്കാതെ പോകുന്നത് ഇങ്ങനെയുള്ള രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം മൂലമാണ്. അപ്പോൾ അവിടെ അത് ലഘൂകരിക്കാൻ BJP ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം, അതുപോലെ ഒരുപാട് ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നു. നോക്കൂ, ക്രൈസ്തവ സമുദായമായി ഒരു പാലം തീർക്കുന്നതിൻ്റെ ഭാഗമായി ഈ ക്രിസ്തുമസ് നയതന്ത്രം ഇന്ന് ഈസ്റ്റർ ദിനമാണ്.
അപ്പോൾ ഈസ്റ്റർ ദിവസങ്ങളിൽ ഉൾപ്പെടെ അരമനകൾ സന്ദർശിക്കുന്നു, ബിഷപ്പുമാരെ കാണുന്നു, അങ്ങനെ ഒരു നല്ല ഒരു ബന്ധം സ്ഥാപിക്കുന്നു. ഇതെല്ലാം സ്ഥാപിക്കുമ്പോഴാണ് ഛത്തീസ്ഗഡിലോ ജാർഖണ്ഡിലോ എവിടെയെങ്കിലും ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ അനുരണങ്ങൾ സംഭവിക്കുന്നത് കേരളത്തിലാണ്. മണിപ്പൂർ കലാപത്തിൻ്റെ ഉൾപ്പെടെ അതൊരു വംശീയ കലാപമാണ്, പക്ഷേ അതുൾപ്പെടെ മെയ്തി കുക്കി വംശജർ തമ്മിലുള്ള ഒരു സംഘർഷത്തെ പോലും ഒരു റിലിജിയസ് നറേറ്റീവ് കൊടുക്കുക വഴി അത് പൊളിറ്റിക്കലി ക്യാപിറ്റലൈസ് ചെയ്യാൻ, എൻകാഷ് ചെയ്യാൻ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ കാരോൾ സംഘങ്ങൾക്കെതിരെയുള്ള ആക്രമണം. പക്ഷേ അതിനേക്കാൾ ഗൗരവമുള്ളൊരു വിഷയം ഒരുപക്ഷെ BJP ഇപ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ഇലക്ഷന് തൊട്ട് മുൻപ് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരത്തോടുകൂടി FCRAയുടെ ഭേദഗതി ബില്ല് ഇപ്പോൾ അവതരിപ്പിച്ച് പാർലമെന്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് മാറ്റിവെച്ചു എങ്കിൽ പോലും ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രതിപക്ഷങ്ങൾ വലിയ രീതിയിൽ ആ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിൽ BJPയുടെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, ക്രൈസ്തവ സമുദായത്തിനെതിരെയുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ സഭയുടെ സ്വത്തുക്കൾ ഈ നിയമനിർമ്മാണം വഴി പിടിച്ചെടുക്കാൻ ഒരുപക്ഷെ സഭയുടെ കയ്യിൽ നിന്നും പോയി FCRA നിബന്ധനകൾ അനുസരിച്ച് ഉള്ള ലൈസൻസിങ് പുതുക്കിയില്ല എങ്കിൽ അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ടാൽ വസ്തുവകകൾ ഉൾപ്പെടെ സർക്കാരിന് പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു ഏജൻസിയുടെ കൈവശം വന്നു ചേരും. അങ്ങനെ ക്രൈസ്തവ സമുദായത്തിൻ്റെ ഇടയിൽ ഒരു അരക്ഷിതാവസ്ഥ പടർന്നിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അത് ഈ അവസാന നിമിഷം എന്തുകൊണ്ട് BJPയുടെ പ്ലാനേഴ്സ് ആ ഒരു കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ബാക്ക്ലാഷ് എന്ന്, പ്രത്യേകിച്ച് വലിയ പ്രതീക്ഷയുള്ള 3-4 മണ്ഡലങ്ങളാണ്. തിരുവല്ല മണ്ഡലത്തിൽ അനൂപ് ആന്റണി മത്സരിക്കുന്നു, കഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മത്സരിക്കുന്നു, അതുപോലെ പാലായിൽ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് മത്സരിക്കുന്നു, സാക്ഷാർ PC ജോർജ് തന്നെ പൂഞ്ഞാർ മണ്ഡലത്തിൽ മത്സരിക്കുന്നു. ഇവിടെയൊക്കെ ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ജനിച്ചുവെങ്കിലും ഈ കാര്യത്തിൽ അവസാനം ഒരുപാട് ഉത്തരങ്ങൾ പറയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി വന്നപ്പോൾ അതിന് ഭാഗികമായ മറുപടി പറയാൻ സാധിച്ചു എന്നാണ് BJPയുടെ ഒരു വിശ്വാസം. പക്ഷേ എങ്കിലും ആശയക്കുഴപ്പം പൂർണ്ണമായി മാറിയിട്ടില്ല എന്നതും പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാണ്. യെസ്, ഇപ്പോൾ വടകരയിൽ നിന്നും ബാലകൃഷ്ണൻ എന്നുള്ള പ്രേക്ഷകൻ ശരിയാണ്. ബാലകൃഷ്ണൻ പറഞ്ഞോളൂ. ഹലോ ബാലകൃഷ്ണൻ കേൾക്കാമോ? പറഞ്ഞോളൂ. കേൾക്കാമോ സാർ? പറഞ്ഞോളൂ കേൾക്കാം. സാർ, ബഹുമാന്യ മോഹൻ സാർ പറഞ്ഞത് വളരെ ശരിയാണ് FCRA പറ്റി. പക്ഷെ സത്യത്തിൽ കേരളത്തിലെ ഈ ക്രിസ്ത്യാനികൾക്ക് വളരെ നന്നായിട്ട് അറിയാം FCRA അവർക്ക് ബാധിക്കുന്നതല്ല. കാരണം കോൺഗ്രസ്സുകാരായ മറ്റേ ഇന്ത്യ മുന്നണിക്കാര് ആണ് ഇതിന് വളം വെച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പൗരത്വ നിയമം വന്നപ്പോഴൊക്കെ എന്താണ് അവരിവിടെ കാട്ടിക്കൂട്ടിയത്? മണിപ്പൂരൊക്കെ ചൂണ്ടിക്കാട്ടി അവർ കാട്ടിക്കൂട്ടി. കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇതൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവരാണ്. അപ്പോൾ എനിക്കൊരു അഭിപ്രായമുള്ളത്, FCRA നിയമം ഈ കേരളത്തെ പോലെ ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്ര ദ്രുതഗതിയിൽ അത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയാൽ അപാകത ഉണ്ടോയെന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. പിന്നെ എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്, ഞാൻ BJP-കാരനല്ല. ഞാൻ ഈ പ്രധാനമന്ത്രിയുടെ, കേൾക്കാമോ സാർ? കേൾക്കാം. ഞാൻ ഈ പ്രധാനമന്ത്രിയുടെ ഈ ജനൌഷധി മരുന്ന് കൊണ്ടാണ് ഇപ്പം ജീവൻ രക്ഷിച്ചു പോകുന്നത്. ഈ 4 മാസം കൂടുമ്പോൾ കിട്ടുന്ന 2000 രൂപ കൊണ്ടാണ് ഞാൻ കഴിഞ്ഞുകൂടി പോകുന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരളത്തിലെ ഒരാനുകൂല്യങ്ങളും എനിക്ക് കിട്ടില്ല. കാരണം ഞാൻ നിശിതമായി വിമർശിക്കുന്ന ഒരു കക്ഷിയാണ്. സത്യത്തിൽ ഞാൻ ഇടതുപക്ഷക്കാരനുമല്ല, ഞാൻ BJP-കാരനുമല്ല. അപ്പൊ അതുകൊണ്ട് എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ചെയ്യുന്ന കാര്യങ്ങൾ സാധാരണക്കാരന് വളരെയേറെ ഗുണം ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഇവരെ ഗിമ്മിക്കൊന്നും വില പോകാൻ പോകുന്നില്ല. പ്രാവശ്യം കേരളത്തിൽ BJPക്ക് സീറ്റ് കിട്ടുമെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ എനിക്ക് വേറെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് സമ്മതിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം ഹിന്ദി സംസാരിക്കാൻ അറിയാം. അതെങ്ങനെയെന്ന് അറിയില്ല. കാരണം ഞാൻ രോഗിയാണ്. എനിക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വല്ല ആനുകൂല്യം കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ സത്യത്തിൽ അതിനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. കേരള മുഖ്യമന്ത്രിക്ക് ഞാൻ അപേക്ഷ കൊടുത്തിട്ട് എനിക്ക് തന്നിട്ടില്ല. കാരണം ഞാൻ എതിർ രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അതിനെന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ജനം TV കൂടി എനിക്ക് പ്രധാനമന്ത്രിയായിട്ട് ഒരു അപേക്ഷ അയക്കാനോ എന്തെങ്കിലും ബന്ധപ്പെടുന്ന മാർഗം ഉണ്ടെങ്കിൽ തീർച്ചയായും പരിശോധിക്കാവുന്നതാണ്, പരിഗണിക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ താങ്കളെ ഞങ്ങൾ ബന്ധപ്പെടുന്നതാണ്. നന്ദി ശ്രീ ബാലകൃഷ്ണൻ ഈ ഒരു സമയം പ്രതികരിച്ചതിന്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ ജനസമക്ഷം ഈ ജനപദ്ധതികളൊക്കെയും എത്തുമ്പോൾ ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്, വലിയ സന്തോഷത്തിലാണ്. കേരളത്തിലും ഇന്ത്യയെ വരണമെന്ന് തന്നെയാണ് ഇവരും ആഗ്രഹിക്കുന്നത്. അവിടെ അവസാന ലാപ്പിലെത്തുമ്പോൾ ഇടതോ വലതോ ഇന്ത്യയോ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ എത്രത്തോളമാണ് സാധ്യത കൽപ്പിക്കുന്നത് താങ്കൾ? എന്തിനും ഏതിനും രാഷ്ട്രീയം കാണുന്ന കേരളത്തിലെ ഒരു പൊതുരീതി അത് മാറ്റിവെച്ച് കുറച്ചുകൂടി ഈ സുതാര്യമായ രീതിയിൽ കേരള രാഷ്ട്രീയത്തെയും കേരള മനസ്സുകളെയും കാണാൻ ശ്രമിച്ചാൽ
ഇത് അവസാന നിമിഷങ്ങളാണ്. ഇനി കാര്യമായി ഈ പൊതുപ്രചരണം അവസാനിക്കാൻ ഇനി ഏതാണ്ട് 48 മണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ. അവിടെ നോക്കുമ്പോൾ ഇതൊരു 2 ഹോഴ്സ് റേസ് എന്ന് പൊതുവേ തോന്നാമെങ്കിലും ഒരു വയബിൾ ഓൾട്ടർനേറ്റീവായി മൂന്നാമതൊരു മുന്നണി തീർച്ചയായിട്ടുമുണ്ട്. ഏതാനും സീറ്റുകൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്, പ്രത്യേകിച്ച് അർബൻ മേഖലയിൽ തിരുവനന്തപുരം ജില്ലയിലെ നേമം, വട്ടിയൂർക്കാവ്, അതുപോലെ കഴക്കൂട്ടം സീറ്റുകളിൽ കാര്യമായ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതോടൊപ്പം തന്നെ ഈ മധ്യ കേരളത്തിലെ 1-2 സീറ്റുകൾ, അതിനു പുറമെ തൃശ്ശൂർ സീറ്റ്, പാലക്കാട് സീറ്റ്, മഞ്ചേശ്വരം സീറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു 10ഓളം സീറ്റുകളിൽ ന്യായമായ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന കക്ഷി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയും NDAയും. അതിനർത്ഥം ഏതെങ്കിലും കാരണവശാൽ UDF LDF സംവിധാനങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് കൃത്യമായ ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരു തൂക്കസഭ വന്നാൽ കൃത്യമായ നിർണായക ശക്തിയായി BJP വരും. അതും അല്ല എങ്കിൽ UDFലോ LDFലോ ചെറിയ കക്ഷികൾ കളം മാറി ചവിട്ടേണ്ട അന്തരീക്ഷമുണ്ടാകാം ഒരു ഗവൺമെന്റ് ഫോർമേഷന്. അപ്പോൾ ആ രീതിയിലേക്ക് എത്തിച്ചു നിർത്താൻ BJPക്ക് ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. സമയപരിമിതിയുണ്ട്, അതുകൊണ്ട് ഇടപെടുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അതീവ നിർണായകമായ ഒരു ശക്തിയായി കേരളത്തിൽ NDA മാറിക്കഴിഞ്ഞു. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ കൂടുതൽ വ്യക്തമാകുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് മുന്നിലേക്ക് എത്തുക. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഈ ഒരു സമയത്ത് അതിഥിയായി എത്തിയതിന്. ഒപ്പം പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്.